പ്രവാസി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ തുടർ നടപടികളില്ലാതെ സംസ്ഥാന സർക്കാർ. ജൂലൈ മാസമായതോടെ 3 മാസമായി പ്രവാസി പെൻഷൻ മുടങ്ങിയിട്ട്. LDF സർക്കാർ പണം അനുവദിച്ചതിനാൽ 10 വർഷത്തിനിടെ മാർച്ച് വരെ 1 മാസം പോലും പെൻഷൻ മുടങ്ങിയിരുന്നില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട് നിന്നും ചേതൻ സാജൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ചേതൻ, നോക്കൂ, പ്രവാസി ക്ഷേമ പെൻഷനുകൾ അത് വളരെ വലിയ തരത്തിൽ പ്രവാസികൾക്ക് സഹായകരമാകുന്ന ഒരാശയമായി പദ്ധതിയായി ഇടത് സർക്കാർ ആവിഷ്കരിച്ചതാണ്. നമുക്കറിയാം, ഭരണം മാറുമ്പോൾ ഈ തുടക്ക സമയത്ത് VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിഞ്ഞ സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങൾ ഒരിക്കലും മുടക്കം വരുത്തില്ല, അത് തുടരുക തന്നെ ചെയ്യുമെന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിലുള്ളതാണ് ഈ പ്രവാസി ക്ഷേമ പെൻഷൻ. പക്ഷെ പറഞ്ഞതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. ഈ ഒരു മുടങ്ങിയ പെൻഷനെ കുറിച്ച് UDF സർക്കാർ ഇപ്പോൾ മിണ്ടുന്നത് പോലുമില്ല, അല്ലേ? അതെ സിന്ധൂരി, വലിയൊരു സങ്കടകരമായ വാർത്തയാണ്. കേരളത്തിൻ്റെ ഒരുപക്ഷെ സാമ്പത്തിക രംഗം ചലിപ്പിക്കുന്നത് പോലും ഇത്തരത്തിൽ പ്രവാസികൾ അവർ ദൂരദേശത്ത് പോയി ജോലി ചെയ്ത് അയക്കുന്ന പണം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തിയൊന്നുമില്ല. കാരണം വലിയ സിന്ധൂരി സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ മാസത്തോടെ 3 മാസമായി പ്രവാസി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട്. കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരിച്ചപ്പോൾ ഒരു തവണ പോലും ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങിയിട്ടില്ല എന്ന കാര്യമാണ് നമുക്ക് പ്രധാനമായും എടുത്തു പറയേണ്ടത്. പ്രതിമാസം ഈ പെൻഷൻ പ്രകാരം പ്രതിമാസം 3000 രൂപ മുതൽ 6999 രൂപയാണ് പ്രവാസികൾക്ക് ലഭിക്കുന്നത്. വിവിധ അംശാദായം അടക്കുന്ന ഓരോ സ്ലാബാണ്. അത്തരത്തിൽ ഉയർന്ന സ്ലാബ് പൈസ അടക്കുന്നവർക്ക് ഉയർന്ന പെൻഷൻ കിട്ടും എന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം. 2009 VS അച്യുതാനന്ദൻ സർക്കാരാണ് ഈ പ്രവാസികൾക്ക് വേണ്ടി പ്രവാസി പെൻഷൻ ഏർപ്പെടുത്തിയത്. അന്ന് 500 രൂപ ആയിരുന്നു പ്രതിമാസം ലഭിച്ചിരുന്നത്. പിന്നീട് ഭരണം മാറി ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. ഉമ്മൻചാണ്ടി സർക്കാർ 1 രൂപ പോലും ഇത്തരത്തിൽ പ്രവാസി പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന കാര്യം പ്രത്യേകം നമ്മൾ എടുത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. 2016 ആദ്യത്തെ പിണറായി വിജയൻ സർക്കാർ നിലവിൽ വന്നപ്പോഴാണ് ഈ ക്ഷേമ പെൻഷൻ 500 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നത്. ഏകദേശം 96,000 പേർ ഇതിൽ പങ്കാളികളാണ്. അതായത് ഈ പെൻഷൻ മുടങ്ങിയാൽ അത് നേരിട്ട് ബാധിക്കുന്നത് 96,000 കുടുംബങ്ങളെയാണ് എന്നാണ് നമ്മൾ പ്രധാനമായും പറയേണ്ടത്. 10 ലക്ഷം പേർ ഇതിനോടകം തന്നെ ഇതിൽ പണം അടയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1138 കോടി രൂപ സമാഹരിക്കാനാണ് സാധിച്ചത്. ഈ പ്രവാസികളുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ GDP സാമ്പത്തിക വളർച്ചയുടെ 19.5% പ്രവാസികളാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പ്രതിവർഷം 2,16,000 കോടി രൂപ പ്രവാസികൾ കേരളത്തിലെ ഖജനാവിലേക്ക് നിറയ്ക്കുന്നുണ്ട് എന്ന കാര്യം, ആ തുക എത്രത്തോളം വലുതാണ് എന്ന് നോക്കൂ. അത് മാത്രമല്ല, കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ 2,86,000 കോടി രൂപയുടെ നിക്ഷേപം പ്രവാസികൾക്ക് മാത്രമുണ്ട്. 10 ലക്ഷം കോടി സംസ്ഥാനത്ത് ഏകദേശം മൊത്തത്തിൽ ഈ സഹകരണ വകുപ്പിന്റെ കണക്ക് പ്രകാരം 2,86,000 കോടി രൂപയാണെങ്കിൽ മൊത്തം എല്ലാ ദേശസാൽകൃത ബാങ്ക് അടക്കം സ്വകാര്യ ബാങ്ക് അടക്കം 10 ലക്ഷം കോടി രൂപ വിവിധ ബാങ്കുകളിലായി നിക്ഷേപം പ്രവാസികളുടെ വക ഉണ്ട് എന്ന കാര്യമാണ് നമുക്ക് പ്രധാനമായും എടുത്തു പറയേണ്ടത്. മറ്റൊരു കാര്യം, ഇപ്പോൾ UDFന്റെ ആദ്യ ബജറ്റ് VD സതീശൻ അവതരിപ്പിച്ച ആദ്യ ബജറ്റിൽ ഇത്തരത്തിൽ നോർക്ക എന്ന വാക്ക് പോലും പരാമർശിച്ചിട്ടില്ല. പ്രവാസികളുടെ കാര്യത്തിൽ പൂർണ്ണമായും പ്രവാസികളെ തഴയുന്ന സമീപനമാണ് VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ധനബജറ്റിൽ നമ്മൾ കണ്ടത്. മാസം 35 കോടി വീതം ആകെ 105 കോടി രൂപയാണ് ഇപ്പോൾ കുടിശ്ശിക വരുത്തിയിരുന്നത്. 10,000-ഓളം അപേക്ഷകൾ, ഈ പ്രവാസി കാര്യ അപേക്ഷകൾ ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, പ്രവാസി കാര്യക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. VD സതീശനാണ് പ്രവാസി കാര്യക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇത്തരത്തിൽ UDF ഈ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഡയറക്ടർ ബോർഡ് ഇത്തരത്തിൽ പ്രവാസി ക്ഷേമ കാര്യങ്ങളിൽ രൂപീകരിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മുസ്ലിം ലീഗ് ഏതായാലും ഇതിന് വലിയ രീതിയിലുള്ള എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ മാസത്തോടു കൂടി 3 മാസമായി പ്രവാസി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 96,000 കുടുംബങ്ങൾ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ നേരിട്ട് ബാധിക്കുന്നുണ്ട്, അവരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എല്ലാ പ്രവാസികളും, പ്രത്യേകിച്ച് ഒരു പൊതുസമൂഹത്തിൻ്റെ കോൺസെപ്റ്റാണ്, എല്ലാ പ്രവാസികളും വലിയ രീതിയിലല്ല, അവരവിടുന്ന് ദിനം പ്രതി മിച്ചം വെച്ച് അയക്കുന്ന തുകയിൽ നിന്നാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ നൽകുന്നത്. എല്ലാവരും വലിയൊരു രീതിയിൽ ഹൈഫൈൽ
രീതിയിലല്ല ജീവിതമല്ല പ്രവാസികൾ നയിക്കുന്നത്. അവർക്ക് ജോലി വിട്ട് കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തുമ്പോൾ എല്ലാ മാസവും ഒരു സുരക്ഷിതമായ ഇതൊരു കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്, അല്ലാതെ സർക്കാർ നേരിട്ട് നൽകുന്നല്ല. അവർ അവരുടെ ഗൾഫിൽ നിന്ന് വിദേശത്ത് നിന്ന് സമ്പാദിക്കുന്ന തുകയിൽ നിന്ന് മിച്ചം പിടിച്ച് അത് കോൺട്രിബ്യൂട്ട് ചെയ്താണ് ഇത്തരത്തിൽ ഈ പ്രവാസി ജീവിതം അവസാനിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നൽകുന്നത്. അതാണ് ഇപ്പോൾ വലിയ രീതിയിൽ വി ഡി സതീശൻ സർക്കാർ തുരങ്കം വെച്ചിരിക്കുന്നത്. 3 മാസമായി ഇപ്പോൾ അവർക്ക് പെൻഷൻ കിട്ടിയിട്ട് കഴിഞ്ഞ 10 വർഷമായി വളരെ കൃത്യമായി LDF സർക്കാർ വിതരണം ചെയ്തതാണ്. ഏതായാലും ഇത് പ്രവാസികളെ സംബന്ധിച്ചോളം വലിയ രീതിയിൽ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. സിന്ധൂരി.